ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പിഞ്ചു കുഞ്ഞിന് 2.5 വയസ്സുള്ള ഒരു കൊച്ചു കുഞ്ഞിനാണ് ശിശുക്ഷേമ സമിതിയിൽ നിന്നും അതിക്രൂരമായി മർദ്ദനം ഏൽക്കേണ്ടി വന്നത്. ഇപ്പോൾ ഈ ശിശുക്ഷേമ സമിതിയിലെ കുട്ടികൾക്ക് വേണ്ടി വൈദ്യപരിശോധന നടത്തും എന്ന വിവരമാണ് വരുന്നത്. ശിശുരോഗ മാനസികാരോഗ്യ വിദഗ്ധർ അടങ്ങിയ ടീം കുട്ടികളെ പരിശോധിക്കും. ടീമിനെ നിയോഗിക്കാൻ ആവശ്യപ്പെട്ട് CWC ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് കത്ത് നൽകും. ആയമാർ 2.5 വയസ്സുകാരി ഉപദ്രവിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനം. ബിനിൽ ലീല സാബു ഉണ്ട് നമുക്കിപ്പം. ബിനിൽ, ഈ കൊച്ചു കുഞ്ഞിനെ ഉപദ്രവിച്ച ആ സംഭവം നമ്മളെയൊക്കെ ഒന്ന് നടുക്കിയതായിരുന്നു. കാരണം പിഞ്ചു കുഞ്ഞ്, ആ കുഞ്ഞിന് അത് വലിയ മർദ്ദനം അത് ഏൽക്കേണ്ടി വന്നു. അതിനുശേഷം നമ്മൾ നോക്കുന്ന ഒരു കാര്യം, ഈ ആയമാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് പോലും അവർക്ക് അതിൻ്റെ യാതൊരുവിധ ഒരു കുറ്റബോധമോ പശ്ചാത്താപമോ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അവരുടെ പ്രതികരണങ്ങളിലാണെങ്കിലും അവരുടെ ശരീരഭാഷയിലാണെങ്കിലും ഒന്നും. ഇപ്പോൾ CWC എപ്പോഴാണ് കത്ത് കൊടുക്കുക? ഇത് സംബന്ധിച്ച വിവരങ്ങൾ എന്തൊക്കെയാണ്? സേതു പറഞ്ഞതുപോലെ തന്നെയാണ് കേരള മനസാക്ഷി ഞെട്ടിച്ച ഒരു വാർത്ത തന്നെയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. 2.5 വയസ്സുള്ള അനാഥരായ കുഞ്ഞുങ്ങളെയാണ് ഉപദ്രവിച്ചത്. അതിൽ കിടക്കയിൽ മൂത്രമൊഴിച്ചതിനാണ് സ്വകാര്യ ഭാഗത്ത് നഖം കൊണ്ട് നുള്ളി ഈ പരിക്കേൽപ്പിച്ചത്. അത് വലിയ വാർത്തയാവുകയും കാര്യമായ ഇടപെടൽ ഉണ്ടാവുകയും ചെയ്തതാണ്. എന്തായാലും ഇതിൽ കൃത്യമായ ഒരു ഇടപെടൽ ഈ കുട്ടികൾക്ക്, മറ്റു കുട്ടികൾക്ക് മറ്റേതെങ്കിലും തരത്തിൽ ആയമാരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും അതിക്രമമോ ഉപദ്രവമോ ഉണ്ടായിട്ടുണ്ടെന്നൊരു പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. അതിന് പ്രധാനമായും ഈ വൈദ്യപരിശോധന ആവശ്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതിനുള്ള നീക്കങ്ങൾ തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ CWCയുടെ ഒരു ഇടപെടലാണ് ഉണ്ടായിരിക്കുന്നത്. CWC ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ഷാനിബ ബീഗം ഇപ്പോൾ മെഡിക്കൽ ഓഫീസർക്ക് കത്ത് നൽകും. ഇന്ന് തന്നെ കത്ത് നൽകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒരു പ്രത്യേക മെഡിക്കൽ ടീമിനെ നിയോഗിക്കണം എന്നാണ് ആവശ്യം. അതിൽ ശിശുരോഗ മാനസികാരോഗ്യ വിദഗ്ധരുടെ അംഗങ്ങളും ഉൾപ്പെടുന്ന ഒരു ടീമായിരിക്കണം ഉണ്ടാവുക. അവർ കൃത്യമായും എല്ലാ കുട്ടികളെയും പരിശോധിക്കും. കാരണം കഴിഞ്ഞ ദിവസമൊക്കെ ഉയർന്ന ആവശ്യം അതായിരുന്നു. അവിടെ എല്ലാ കുട്ടികളെയും പരിശോധിക്കണം. അവർക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള ഇത്തരത്തിൽ ഉപദ്രവം നേരിട്ടുണ്ടോ, അത് ശാരീരികം മാത്രമല്ല മാനസികമായി പോലും കുട്ടികളെ തളർത്തുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ആയമാരുടെ ഭാഗത്തുനിന്നുണ്ടായോ മറ്റ് ജീവനക്കാരുടെ ഭാഗത്തുനിന്നുണ്ടായോ പരിശോധന ആവശ്യമാണ്. അതിനാണിപ്പോൾ ഇങ്ങനെയൊരു നീക്കം CWC നടത്തുന്നത്. ഇന്ന് തന്നെ കത്ത് നൽകാൻ തന്നെയാണ് തീരുമാനം. അതേസമയം വലിയ പ്രതിഷേധം ഇതിലുണ്ട്. ഈ ശിശുക്ഷേമ സമിതിയിൽ നിരന്തരമായി ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്നു. അവിടെ ക്രിമിനലുകളുടെ ഒരു താവളമായി അത് മാറിയിരിക്കുന്നു. പ്രതിപക്ഷ പ്രതിഷേധമൊക്കെ അവരുടെ, അല്ലെങ്കിൽ അത്തരത്തിൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പറയുന്ന കാര്യങ്ങൾ പുറത്തേക്ക് വന്നിരുന്നു. എന്തായാലും വലിയ പ്രതിഷേധം അവിടെയുണ്ട്. ഇന്നലെ അവിടേക്ക് പ്രതിഷേധ മാർച്ച് ഉണ്ടായിരുന്നു. ഇന്നും പ്രതിഷേധ മാർച്ച് അവിടേക്ക് നടത്തുന്നുണ്ട്. കൂടുതൽ പരിശോധന ആവശ്യമാണ്. അതിൻ്റെ ചെയർമാൻ രാജിവെക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉന്നയിച്ചാണ് ഈ പ്രതിഷേധ മാർച്ച് നടക്കുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ ഈ കുട്ടികളുടെ പരിശോധന നടത്താൻ വേണ്ടിയുള്ള തീരുമാനം ഉണ്ടായത്. എന്തായാലും ഇത് നേരത്തെ ഈ GL അരുൺഗോപി പറഞ്ഞത് ഇതിൽ കൃത്യമായ പരിശോധന നടന്നിട്ടുണ്ട്. ഇതറിഞ്ഞപ്പോൾ തന്നെ ചെറിയ വിഷയമായിട്ട് വേണമെങ്കിൽ തള്ളിക്കളയാമായിരുന്നു. പക്ഷെ അങ്ങനെ കരുതുന്നില്ല. എന്താണെങ്കിലും നിലവിലത്തെ തീരുമാനം നല്ലതാണ്. കാരണം കുട്ടികളൊക്കെ ഇത്തരത്തിൽ ഈ ഒരു കുട്ടിയുടെ വിവരമാണ് പുറത്തു വരുന്നത്. നേരത്തെയും ഇതിനു മുമ്പും സമാനമായ ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും കുട്ടികളുടെയൊക്കെ മാനസിക ആരോഗ്യം അത് എത്രത്തോളം നല്ലതാണ്, നന്നായിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കി പരിശോധിക്കുന്നത് വളരെ നല്ല കാര്യം. ശരി ബിനിൽ.